എനിക്കിന്ന് 8 മണി ഡ്യൂട്ടിയാണ്. 8 മണിക്ക് ഡ്യൂട്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് 4 മണിക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. സിനിമ എന്തെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചത് കൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആവാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ റെഡി ആവുകയാണ്. കൺമഷി, ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ ഇട്ടു. കൺമഷി അല്ല, ഐലൈനറാണ് ഇട്ടേക്കണം. പെട്ടെന്ന് മാറിപ്പോയതാണ്. ഞാൻ അത്രയൊക്കെ അടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേറൊരു സ്മെല്ലായിട്ട് മാറില്ല. വെറുതെ എന്തിനാണ് നമ്മുടെ അടുത്തിരിക്കുന്നവരൊക്കെ ബോധം കിടണമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ മുടിയൊക്കെ ചാട്ടൊക്കെ കളഞ്ഞ് വാരി കൂട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സൈഡിൽ നിന്ന് എടുത്തിട്ടു കേട്ടോ. ചെറിയൊരു ആത്മസംതൃപ്തി. നല്ലതാണെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. റെഡിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ ഞാൻ പോകുന്നത് ബസ്സിനാണ്. ചേട്ടയും കൊച്ചും കൂടെ അങ്ങോട്ട് നേരെ തിയേറ്ററിലേക്ക് വരുവാണ് ചെയ്യണത്. അവരൊക്കെ കണ്ടുമുട്ടിയിട്ട് പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോൺ കവർ മേടിക്കാനാണ് കയറുന്നത്. ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല രസമല്ലേ, ബ്ലൂ കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് കുറച്ചേരം ഞങ്ങൾ തിയേറ്ററിൻ്റെ വെളിയിൽ നിന്നു. സിനിമ തുടങ്ങാറായിട്ടില്ല. പിന്നെ ഞങ്ങളിതേ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പറഞ്ഞുകൊണ്ട് ശിവ കുറച്ചേരം കളിയൊക്കെയായിരുന്നു. ഇപ്പം മനസ്സിലായില്ല ഞങ്ങൾ ഏത് സിനിമയെ കാണാൻ പോകുന്നതെന്ന്. അടിപൊളി പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് പറയാണ്ട് വയ്യ. നിങ്ങൾ ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്യരുതിട്ട്. പിന്നെ സിനിമയൊക്കെ കണ്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.